നടക്കുന്ന തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് കൊടിയുയർന്നു. കേരളത്തിലെ 1200-ൽ മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പ് ചൂടിലാവുകയാണ്. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് 2027 വരെ കാലാവധിയുണ്ട്. നാട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷമായ ജനാധിപത്യ മുന്നണിയും BJP മുന്നണിയും തങ്ങളുടെ നില മെച്ചപ്പെടുത്താനായി കിണഞ്ഞു ശ്രമിക്കും എന്നതുകൊണ്ട് പ്രവർത്തകർ ഓരോ വീട്ടിലും ഒന്നിലേറെ തവണ കയറിയിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനിടയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഊഴം കിട്ടുമോ എന്നറിയുന്നതിന്റെയും പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചുപിടിക്കാനാവുമോ എന്നതിന്റെയും BJP സംബന്ധിച്ച് തങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നതിന്റെയും ടെസ്റ്റ് പേപ്പറാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിലുള്ള 17,377 വാർഡുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള 2,267 വാർഡുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലെ 3,205 വാർഡുകളിലേക്കും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ 35 വാർഡുകൾ ഒഴികെയുള്ള വാർഡുകളിലേക്കും 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകൾ 346 വാർഡുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനസംഖ്യ അനുസരിച്ച് മുനിസിപ്പാലിറ്റികൾ 4 തരമുണ്ട്. 10,000 മുതൽ 20,000 വരെ ജനങ്ങൾ അധിവസിക്കുന്ന ടൗൺ പഞ്ചായത്ത്, 20,000 മുതൽ 50,000 വരെ ജനങ്ങൾ അധിവസിക്കുന്ന ടൗൺ മുനിസിപ്പൽ കൗൺസിലുകൾ, 50,000 മുതൽ 3 ലക്ഷം വരെ ജനം അധിവസിക്കുന്ന സിറ്റി മുനിസിപ്പൽ കൗൺസിലുകൾ, 3 ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന സിറ്റി കോർപ്പറേഷനുകൾ എന്നിവയാണത്. കേരളത്തിൽ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്, 86 മുനിസിപ്പാലിറ്റികളും. 2025-ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക അനുസരിച്ച് 2,83,12,478 വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. അവരിൽ 1,49,59,245 പേർ സ്ത്രീകളും 1,33,52,951 പേർ പുരുഷന്മാരും 276 പേർ ട്രാൻസ്ജെൻഡറുകളും ആണ്. 2087 വിദേശ ഇന്ത്യക്കാരും പട്ടികയിലുണ്ട്. ഈ പട്ടിക ഒക്ടോബറിൽ ഇനിയും പരിഷ്കരിക്കുമെന്നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. 2020-ലേക്കാൾ 6,50,652 വോട്ടർമാരാണ് ഇക്കുറി അധികം. ജൂലൈ 23-ന് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ 16,34,216 പേരാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അവരുടെ സംഖ്യയാണ് ഓഗസ്റ്റ് 1-ലെ അവസാന പട്ടികയിൽ 6,55,652 ചുരുങ്ങിയത്. 2025 ജൂലൈ 23-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് ഓഗസ്റ്റ് 13 വരെ പരാതികൾ സ്വീകരിച്ചു. ആകെ 35.98 ലക്ഷം പരാതികൾ ലഭിച്ചു. ഇവയിൽ 29.81 ലക്ഷം അപേക്ഷകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ആയിരുന്നു. 4.16 ലക്ഷം അപേക്ഷകൾ പേരുകൾ നീക്കം ചെയ്യാനായിരുന്നു. 13,859 അപേക്ഷകൾ പട്ടിക തിരുത്താനായിരുന്നു. 28,731 പേരെ കമ്മീഷൻ തന്നെ നീക്കം ചെയ്തു. 3,806 പേരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അതായത് വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നല്ല ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി 33,746 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കപ്പെടുന്നത്. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ്. കർണാടകത്തെ പോലെ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുന്നില്ല. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു. നവംബർ 21 വരെ പത്രിക സമർപ്പിക്കാൻ സമയമുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-ആണ്. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. തെക്കൻ ജില്ലകളിൽ 9-നും വടക്കൻ ജില്ലകളിൽ 11-നും നടക്കും. ഡിസംബർ 13-നാണ് ഫലപ്രഖ്യാപനം. ഒരു പഞ്ചായത്ത് വാർഡിൽ 5 സ്ഥാനാർത്ഥികൾ ഉണ്ടായാൽ പഞ്ചായത്ത് വാർഡുകളിൽ തന്നെ 86,885 സ്ഥാനാർത്ഥികൾ വരും. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11,335 സ്ഥാനാർത്ഥികൾ വരും. മുനിസിപ്പാലിറ്റികളിൽ 16,025 സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ജില്ലാ പഞ്ചായത്തിലേക്ക് 1,730 സ്ഥാനാർത്ഥികൾ വരും. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ, ഇതിലൊന്നും പെടാത്ത പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രന്മാർ, ഇങ്ങനെ എല്ലാവരും ചേരുമ്പോൾ മത്സരരംഗം വല്ലാതെ കൊഴുക്കും. കേരളത്തിൽ വൻ വോട്ടിംഗ് ശതമാനം ഉറപ്പുള്ള തെരഞ്ഞെടുപ്പാണിത്. 80% വോട്ടർമാർ എക്കാലവും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു. 2020-ൽ ഡിസംബർ 8, 10, 14 തീയതികളിലായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. ഡിസംബർ 16-ന് ഫലം പ്രഖ്യാപിച്ചു. 76.2% വോട്ട് രേഖപ്പെടുത്തി. 2015-ൽ 77.7% പോളിംഗ് ശതമാനം. 2010-ലും 77-ന് മുകളിലായിരുന്നു വോട്ടിംഗ് ശതമാനം.
രാഷ്ട്രീയ ബോധത്തെക്കാൾ സ്ഥാനാർത്ഥികളുമായുള്ള ബന്ധം ഈ വൻ ശതമാനത്തിന് കാരണമാണ്. 2020-ൽ 2015-ലേക്കാൾ 1% കുറവുണ്ടാകുവാൻ കാരണം മഹാമാരിയായ കോവിഡ്-19 ആണ്. വോട്ടെടുപ്പ് നടക്കുമ്പോഴും ജനം ഭീതിയിലായിരുന്നു. 2020 നവംബറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് കോവിഡ് കാരണമാണ് ഡിസംബറിലായത്. 2015-ലെ ഭരണസമിതിയുടെ കാലാവധി നവംബർ 11-ന് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ വന്നതുകൊണ്ട് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തി. 2015-ൽ ഇടതുമുന്നണി 37.4% വോട്ടും 2020-ൽ 40.2% വോട്ടും നേടി. 2015-ൽ 37.2% വോട്ട് നേടിയ ജനാധിപത്യ മുന്നണി 2020-ൽ 37.9%, 2015-ൽ 13.3% വോട്ട് നേടിയ BJP മുന്നണി 2020-ൽ 15% വോട്ട് നേടി. അതായത് എല്ലാ പാർട്ടിക്കും മുന്നണിക്കും 2020-ൽ വോട്ട് വർധന ഉണ്ടായി. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ സൂചനയാവുമോ ഈ തെരഞ്ഞെടുപ്പ്? കുറച്ചുകൂടി കൃത്യമാക്കിയാൽ 2026 ഏപ്രിലോ മെയിലോ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചന ആവുമോ 2025 ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? ചരിത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2010-ൽ 8 ജില്ലാ പഞ്ചായത്തുകളും 31 നഗരസഭകളും ജനാധിപത്യ മുന്നണി നേടി. ഇടതുമുന്നണിക്ക് ലഭിച്ചത് 5 ജില്ലാ പഞ്ചായത്തും 18 നഗരസഭകളും ആയിരുന്നു. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം, കൂടെ ഭരണവിരുദ്ധ വികാരവും. എന്നിട്ടും 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. നിയമസഭയിൽ ഒരു സീറ്റായിരുന്നു ഭൂരിപക്ഷം. അന്ന് മുന്നണിയിൽ നല്ല ആഭ്യന്തര കലാപമായിരുന്നു എന്നത് മറക്കരുത്. 2014-ൽ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 12ഉം ജനാധിപത്യ മുന്നണിക്കായിരുന്നു. ഇടതുമുന്നണിക്ക് 8 സീറ്റ് ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയ മുന്നറിയിപ്പ് ജനാധിപത്യ മുന്നണി അവഗണിച്ചു. പ്രത്യേകിച്ചും കോൺഗ്രസ്. അവർ പരസ്പരം വെട്ടി. 2015-ൽ ചിത്രം മാറി. ജില്ലാ പഞ്ചായത്തുകൾ സമാസമമായി 7 വെച്ച്. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 90ഉം ഇടതുമുന്നണി പിടിച്ചു. 6 കോർപ്പറേഷനുകളിലെ 4ഉം ഇടതുമുന്നണിക്കായിരുന്നു. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 549ഉം ഇടതുമുന്നണി പിടിച്ചു. ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് 365 BJP 14 പഞ്ചായത്തിൽ ജയിച്ചു. 81 മുനിസിപ്പാലിറ്റികളിൽ 44 ഇടതുമുന്നണി പിടിച്ചു. 43-ൽ ജനാധിപത്യ മുന്നണി ജയിച്ചു. അതായത് 2015-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയുടേതായിരുന്നു. ഒപ്പം സോളാറും ബാർക്കോഴയും പോലെ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാർ തന്നെ ഇട്ടുകൊടുത്ത വടികളും. ഈ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. 2016-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 അംഗ നിയമസഭയിൽ 97 അംഗങ്ങളുമായി ഇടതുമുന്നണി വിജയിച്ചു. 2019-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ 20-ൽ 19 സീറ്റും ലഭിച്ചു. ഇടതുമുന്നണിക്ക് ലഭിച്ചത് 1 സീറ്റാണ്. ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് 47.48% വോട്ടാണ്. ഇടതുമുന്നണിക്ക് 35.29% വോട്ടും. അപകട സൂചന മനസ്സിലാക്കിയ പിണറായി ഉണർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ദുർബലമാക്കി. കോൺഗ്രസുകാർ അംഗീകരിക്കുവാൻ മടിച്ച കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി വിഭാഗത്തെ ഇടതുമുന്നണിയിലാക്കി. മാണിയുടെ ശക്തി കേന്ദ്രങ്ങളായ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. 2020-ൽ 2015-ൽ 37.4% വോട്ട് നേടിയ ഇടതുമുന്നണിക്ക് 40.2% വോട്ട് കിട്ടി. 37.2% വോട്ട് നേടിയ ജനാധിപത്യ മുന്നണി 37.9% ആക്കി. 13.3% വോട്ട് നേടിയ BJP മുന്നണി 15% വോട്ട് നേടി. അതായത് എല്ലാ പാർട്ടിക്കും മുന്നണിക്കും 2020-ൽ വോട്ട് വർധന ഉണ്ടായി. 2,76,56,579 വോട്ടർമാരാണ് 2020-ൽ ഉണ്ടായിരുന്നത്. 2020-ൽ ഇടതുമുന്നണി 514 പഞ്ചായത്തും വലതുമുന്നണി 321 പഞ്ചായത്തും BJP 19 പഞ്ചായത്തും പിടിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 43 ഇടതുമുന്നണിക്കും 41 ജനാധിപത്യ മുന്നണിക്കും ലഭിച്ചു. 2 പഞ്ചായത്താണ് BJPക്ക് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108ഉം ഇടതിനായിരുന്നു. 38 ജനാധിപത്യ മുന്നണിക്കും. ജില്ലാ പഞ്ചായത്തുകളിൽ 11ഉം ഇടതിനായിരുന്നു. 3 ജനാധിപത്യ മുന്നണിക്കായിരുന്നു. കോർപ്പറേഷനുകളിൽ 5ഉം 1ഉമായിരുന്നു നില. 2020യും ശക്തമായ സാന്നിധ്യം അറിയിച്ചു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6-ന് നടന്നു. മെയ് 2-ന് ഫലം പ്രഖ്യാപിച്ചു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 97 സീറ്റും വലതുമുന്നണി 43 സീറ്റും നേടി.
CPM-ന് ഒറ്റയ്ക്ക് 62 സീറ്റ് ലഭിച്ചു. CPI-ക്ക് 16, കേരള കോൺഗ്രസ് മാണിക്ക് 5, ജനതാദൾ സെക്യുലറിന് 2, NCP-ക്ക് 2, ഇന്ത്യൻ നാഷണൽ ലീഗ്, കേരള കോൺഗ്രസ് ബി, രാഷ്ട്രീയ ജനതാദൾ, നാഷണൽ സെക്യുലർ കോൺഫറൻസ്, ജനാധിപത്യ കേരള കോൺഗ്രസ്, കോൺഗ്രസ് എസ് എന്നിവയ്ക്ക് ഓരോ സീറ്റും ലഭിച്ചു. ഇടതുമുന്നണിയുടെ 4 സ്വതന്ത്രരും നിയമസഭയിലെത്തി. ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസിന് 21 സീറ്റും, യൂണിയൻ ലീഗിന് 15 സീറ്റും, കേരള കോൺഗ്രസ് ജെയ്ക്ക് 2 സീറ്റും, കേരള കോൺഗ്രസ് ജേക്കബ്, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവയ്ക്ക് ഓരോ സീറ്റും ലഭിച്ചു. ഒരു സ്വതന്ത്രനും അവരുടെ മുന്നണിയിൽ ജയിച്ചു. CPM-ന് 25.4% വോട്ടും, കോൺഗ്രസിന് 25.1% വോട്ടും, ലീഗിന് 8.27% വോട്ടും, CPI-ക്ക് 7.58% വോട്ടും, കേരള കോൺഗ്രസ് മാണിക്ക് 3.28% വോട്ടും, BJP-ക്ക് 11.30% വോട്ടും, ജനതാദൾ എസിന് 1.28% വോട്ടും ലഭിച്ചു. അതായത് ഇടതുമുന്നണിക്ക് 39% വോട്ടും വലതുമുന്നണിക്ക് 35% വോട്ടും ലഭിച്ചു. എല്ലാ ജില്ലയിലും തന്നെ ഇടതുമുന്നണി മുന്നിലായി. കാസർഗോഡ് ജില്ലയിലെ 5 സീറ്റിൽ 4 ഇടതിനായിരുന്നു. മഞ്ചേശ്വരത്ത് മാത്രം ലീഗ് ജയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 സീറ്റിൽ 8 ഇടതിനും 3 വലതുമുന്നണിക്കുമായിരുന്നു. വയനാട് ജില്ലയിലെ 3-ൽ 1 സീറ്റാണ് ഇടതിന് ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റിൽ 3 ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. 10 സീറ്റ് ഇടതിന് ലഭിച്ചു. മലപ്പുറം ജില്ലയിലെ 16 സീറ്റിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത് 2 സീറ്റ്, വലതുമുന്നണിക്ക് 14 സീറ്റും, പാലക്കാട് ജില്ലയിലെ 12 സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റേതടക്കം 2 സീറ്റുമാണ് ജനാധിപത്യ മുന്നണിക്ക് ഉള്ളത്. ബാക്കി 12 ഇടതുമുന്നണിക്കാണ്. തൃശൂർ ജില്ലയിലെ 13 സീറ്റിൽ വലതുമുന്നണിക്കുള്ളത് ചാലക്കുടി മാത്രം. ബാക്കി 12 ഇടതുമുന്നണി നേടി. എറണാകുളം ജില്ലയിലെ 14 സീറ്റിൽ ഇടതുമുന്നണിക്കുള്ളത് 3 സീറ്റ്, ബാക്കി 11 വലതുമുന്നണിക്കാണ്. ഇടുക്കി ജില്ലയിലെ 5 സീറ്റിൽ 4 ഇടതിനാണ്. തൊടുപുഴയിലെ PJ ജോസഫിന്റെ ജയം മാത്രമാണ് വലതുമുന്നണിക്കുള്ളത്. കോട്ടയം ജില്ലയിലെ 9 സീറ്റിൽ 5 സീറ്റ് ഇടതുമുന്നണിക്കാണ്. 4 സീറ്റ് വലതുമുന്നണി പിടിച്ചു. ആലപ്പുഴ ജില്ലയിലെ 9 സീറ്റിൽ 1 സീറ്റാണ് വലതുമുന്നണിക്കുള്ളത്. ബാക്കി 8 ഇടതിനാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റിൽ 5 ഇടതുമുന്നണിക്കാണ്. കൊല്ലം ജില്ലയിലെ 11 സീറ്റിൽ കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ് വലതുമുന്നണിക്ക്. ബാക്കി 9 ഇടതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റിൽ 13 ഇടതുമുന്നണിക്കാണ്. കോവളം മാത്രം കോൺഗ്രസിന് ലഭിച്ചു. 2024 ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തികച്ചും വ്യത്യസ്തമായിരുന്നു. 20 സീറ്റിൽ 18 വലതുമുന്നണിക്ക് ലഭിച്ചു. BJP-ക്കും CPM-നും ഓരോ സീറ്റും ലഭിച്ചു. BJP തൃശൂരിലും CPM ആലത്തൂരിലും ജയിച്ചു. ജനാധിപത്യ മുന്നണിക്ക് 45.2% വോട്ട് ലഭിച്ചപ്പോൾ ഇടതുമുന്നണിക്ക് 33.3% വോട്ടാണ് ലഭിച്ചത്. BJP മുന്നണിക്ക് 19.2% വോട്ടും ലഭിച്ചു. മറ്റുള്ളവർ 2.21% വോട്ട് നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്നും ഇടതുമുന്നണി പാഠങ്ങൾ പഠിച്ചതായി ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അത് സംബന്ധിച്ച സൂചന തരുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കൈക്കൊണ്ട കടുത്ത മുസ്ലിം പ്രീണന നയങ്ങൾ CPM-ന്റെ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാക്കിയതായി ഇടതുപക്ഷം മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും മാർത്തോമ ഭവൻ പ്രശ്നത്തിലും പള്ളുരുത്തി സ്കൂൾ പ്രശ്നത്തിലുമെല്ലാം മുസ്ലിം പ്രീണന സമീപനം കൈക്കൊണ്ടതായി ആക്ഷേപമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണവും വലിയ തലവേദനയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു അറസ്റ്റിലായി. പത്മകുമാറും പ്രശാന്തും അറസ്റ്റിലാകുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ. കേസന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കേണ്ടതുണ്ടോ എന്ന് ഒരു മുതിർന്ന CPM നേതാവ് ചാനൽ ചർച്ചയിൽ ചോദിച്ചു പോയത് നാക്കിന്റെ പിഴയൊന്നും അല്ല. കോൺഗ്രസിൽ പതിവ് പോലെ പദവികൾക്കായുള്ള വഴക്ക് നടക്കുന്നു. 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന മുസ്ലിം ലീഗ് 2026-ലെങ്കിലും അധികാരം കിട്ടില്ലെന്ന നിലവന്നാൽ ഇടതുമുന്നണിയിൽ ചേരാനും മതി. അവർക്കുള്ള സീറ്റുകൾ ഇപ്പോഴും പിണറായിയുടെ കയ്യിലുണ്ട്. അദ്ദേഹം പറയുന്നതാണ് മുന്നണിയിലും പാർട്ടിയിലും അവസാന വാക്ക്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ഇടതുമുന്നണിക്ക് ആ പദവി നിലനിർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. കോൺഗ്രസ് മുന്നണിക്കും BJP-ക്കും അനുകൂലമായ ഘടകങ്ങൾ പലതുണ്ട്. ഒന്നാമത് ഇപ്പോഴുള്ള ദയനീയ സ്ഥിതി തന്നെയാണ്. ഇതിലും താഴെ പോവുക ഏതാണ്ട് അസാധ്യമാണ്. അതുകൊണ്ട് പുതുതായി കിട്ടുന്നവ എല്ലാം നേട്ടങ്ങളാവും. ഇടതുപക്ഷത്തിന് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ കിട്ടിയെങ്കിലും വോട്ട് നിലയിൽ ഭീകരമായ മേൽക്കോയ്മ ഇല്ല എന്നതും ഓർക്കണം. 2 കൂട്ടരുടെയും നില മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.
ഭരണവിരുദ്ധ വികാരവും മുസ്ലിം പ്രീണന സമീപനങ്ങളും വെല്ലുവിളിയുണ്ടാക്കും. മുസ്ലിം പ്രീണന വിരുദ്ധ വികാരം ലീഗ് പങ്കാളിയായ കോൺഗ്രസ് മുന്നണിക്ക് മാത്രം നേരെയാക്കുവാൻ വെള്ളാപ്പള്ളി നടേശൻ വഴി ശ്രമിക്കുന്നുണ്ട്. ജനം അങ്ങനെയൊന്നും കബളിപ്പിക്കപ്പെടില്ലല്ലോ. ഗാസയിലെ കൂട്ടക്കൊലയാണ് ഇപ്പോഴും കോൺഗ്രസിനും CPM-നും വിഷയം. ഡൽഹിയിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് സങ്കടമില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുണ്ടാക്കിയ സ്ഫോടനം എന്ന് പറയുന്നവർ ദേശദ്രോഹികളാണെന്ന് കരുതുന്നവരാണ് ഏറെ. രാഷ്ട്രം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ രാജിക്ക് വേണ്ടി പറയുന്നവരുടെ തനിനിറം ഭയപ്പെടുത്തുന്നതാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ദിര കൊല്ലപ്പെട്ടു, രാജീവ് കൊല്ലപ്പെട്ടു, അകാലിദൾ നേതാവ് ലോങ്കോവാർ കൊല്ലപ്പെട്ടു. ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് മുംബൈ തീവ്രവാദി ആക്രമണം നടന്നു. അന്ന് ആഭ്യന്തരമന്ത്രി രാജിവെച്ചോ? അതാണോ വേണ്ടത്? ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന് AP അബ്ദുള്ള കൂടി ആവശ്യപ്പെട്ടു. നാട്ടിൽ പടരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ സാമാന്യ ജനത്തെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അവയോടുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും സമീപനങ്ങളും ഭയപ്പെടുത്തുന്നതാണ്. അതെല്ലാം BJP-ക്ക് വോട്ടാകുമോ എന്നാണ് അറിയേണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ ഇടതുമുന്നണിക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ 26-ൽ 21 സീറ്റും ഇടതുമുന്നണിക്കാണ്. BJP-ക്ക് ഒരു സീറ്റുമില്ല. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഉം അവർക്കാണ്. തലസ്ഥാന കോർപ്പറേഷൻ 30 വർഷമായി ഇടതു ഭരണത്തിലാണ്. 100 വാർഡിൽ 56ഉം ഇടതുമുന്നണിയുടെ കയ്യിലാണ്. 34 ഇടത്ത് ജയിച്ച BJP 2ാം സ്ഥാനത്തുണ്ട്. 10 സീറ്റാണ് ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇവിടെ K മുരളീധരന്റെ നേതൃത്വത്തിൽ K ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പടവെട്ടി നോക്കുകയാണ്. BJP-ക്ക് പ്രതീക്ഷയുള്ള കോർപ്പറേഷനാണിത്. ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റിയും ഇടതു ഭരണത്തിലാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10ഉം ഇടതിന്, 1 മാത്രം കോൺഗ്രസിന്. 73 ഗ്രാമപഞ്ചായത്തിൽ 52ഉം ഇടതിന്, 20 ജനാധിപത്യ മുന്നണി, 1 BJP-ക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വാർഡുകളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. പഞ്ചായത്ത് വാർഡുകൾ 1299-ൽ നിന്നും 1386-ആയി. നഗരസഭാ വാർഡുകൾ 147-ൽ നിന്നും 154-ആയി. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 155-ൽ നിന്നും 169-ആയി. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 26-ൽ നിന്നും 28-ആയി. കോർപ്പറേഷൻ വാർഡുകൾ 100-ൽ നിന്നും 101-ആയി. ഇടതുമുന്നണി കാര്യമായ കലഹങ്ങളില്ലാതെ ഒരുമയോടെ നിൽക്കുന്നു. CPM-നും CPI-ക്കുമാണ് ജനപിന്തുണ. എങ്കിലും ജോസ് കെ മാണിക്കും ജനതാദൾ S-നും സീറ്റ് വിഭജനത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലും ഇടതുമുന്നണിക്കാണ് ആധിപത്യം. കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ 9ഉം ഇടത്, കോൺഗ്രസ് 2. ജില്ലാ പഞ്ചായത്തിലെ 26-ൽ 23 സീറ്റും ഇടതുമുന്നണിക്ക്. ജനാധിപത്യ മുന്നണിക്ക് 3 സീറ്റ്, BJP-ക്ക് ഒരു സീറ്റുമില്ല. കോർപ്പറേഷൻ ഇടതുമുന്നണി ഭരണത്തിൽ. 55-ൽ 39 ഇടതുമുന്നണി, 34 BJP, 9 ജനാധിപത്യ മുന്നണി. 4 മുനിസിപ്പാലിറ്റികളിൽ 3ഉം ഇടതു ഭരണത്തിൽ, 1 കോൺഗ്രസിന്. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10ഉം ഇടതിന്, 1 മാത്രം കോൺഗ്രസിന്. 20 ജനാധിപത്യ മുന്നണി, 1 BJP. പഞ്ചായത്ത് വാർഡുകൾ 1234-ൽ നിന്നും 1314-ആയി. നഗരസഭാ വാർഡുകൾ 131-ൽ നിന്നും 135-ആയി. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 152-ൽ നിന്നും 166-ആയി. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 26-ൽ നിന്നും 27-ആയി. കോർപ്പറേഷൻ വാർഡുകൾ 55-ൽ നിന്നും 56-ആയി. ഇവിടെയും ഇടതുമുന്നണിയിൽ ഇപ്പോൾ കാര്യമായ അസ്വാസ്ഥ്യങ്ങളൊന്നുമില്ല. ജനാധിപത്യ മുന്നണിയിലും ഇല്ല. സീറ്റ് കിട്ടാത്തവർ ഉണ്ടാക്കാവുന്ന പൊല്ലാപ്പ് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ആലപ്പുഴ ജില്ലയിലും ഇടതുമുന്നണിക്കാണ് ആധിപത്യം. ആലപ്പുഴ ജില്ലയിലെ 9 MLA-മാരിൽ ഒരാൾ മാത്രമാണ് വലതുമുന്നണിക്കുള്ളത്. 8ഉം ഇടതിനാണ്. ജില്ലാ പഞ്ചായത്തിൽ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. 23-ൽ 21 സീറ്റും ഇടതുമുന്നണിക്ക്. ജനാധിപത്യ മുന്നണിക്ക് 2 സീറ്റ്, BJP-ക്ക് ഒരു സീറ്റുമില്ല. 6 മുനിസിപ്പാലിറ്റികൾ സമാസമം ഭരിക്കുന്നു. ഇടതുമുന്നണി 3, ജനാധിപത്യ മുന്നണി 3. ബ്ലോക്ക് പഞ്ചായത്തുകൾ 12 ഉണ്ട്. 11ഉം ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണിക്കുള്ളത് ഒരു സീറ്റാണ്. ഗ്രാമപഞ്ചായത്തുകൾ 72 ഇടതിന്, 57 ജനാധിപത്യ മുന്നണി, 25 BJP. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 1169-ൽ നിന്നും 1253-ആയി. നഗരസഭാ വാർഡുകൾ 131-ൽ നിന്നും 135-ആയി. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 152-ൽ നിന്നും 158-ആയി. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 26-ൽ നിന്നും 27-ആയി. 2020-ലെ ഇടതുപക്ഷ തരംഗത്തിലും ജനാധിപത്യ മുന്നണിക്ക് ആധിപത്യം ലഭിച്ച ജില്ലയാണ് എറണാകുളം. ജില്ലാ പഞ്ചായത്തിലെ 27-ൽ 15 സീറ്റും ജനാധിപത്യ മുന്നണിക്കാണ്. ഇടതുമുന്നണിക്ക് 9 സീറ്റും 2020-ക്ക് 2 സീറ്റും കിട്ടി. സ്വതന്ത്രന് ഒരു സീറ്റും ലഭിച്ചു. BJP-ക്ക് ഒരു സീറ്റുമില്ല.
14 നിയമസഭാ മണ്ഡലങ്ങൾ, 11ഇടത്തും ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചത്. എറണാകുളം കോർപ്പറേഷൻ ഇപ്പോൾ ഇടതുമുന്നണി ഭരണത്തിലാണെങ്കിലും കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ്. 74 സീറ്റിൽ 30ഉം ജനാധിപത്യ മുന്നണിക്കാണ്. ഇടതുമുന്നണിക്കുള്ളത് 29 സീറ്റാണ്. BJPക്ക് 5ഉം മറ്റുള്ളവർക്ക് 10ഉം സീറ്റുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയാണ് എറണാകുളം. 13 മുനിസിപ്പാലിറ്റികൾ. 8 മുനിസിപ്പാലിറ്റികൾ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ്. 5എണ്ണമേ ഇടതു ഭരണത്തിലുള്ളൂ. 14 ബ്ലോക്ക് പഞ്ചായത്തിൽ 7 എണ്ണം കോൺഗ്രസിനാണ്, 5 എണ്ണം ഇടതിന്. 2 ഇടത്ത് സമനിലയുമാണ്. 82 ഗ്രാമപഞ്ചായത്തിൽ 33 ഇടതിന്, 45 എണ്ണം ജനാധിപത്യ മുന്നണി. 20-20 4 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 27ൽ നിന്നും 28 ആയി. മുനിസിപ്പാലിറ്റികളിൽ 421 നിന്നും 447 ആയി. കോർപ്പറേഷൻ വാർഡുകൾ 74ൽ നിന്നും 76 ആയി. ബ്ലോക്ക് 185ൽ നിന്നും 202 ആയി. പഞ്ചായത്ത് വാർഡുകൾ 1338ൽ നിന്നും 1467 ആയി. പുതിയ വാർഡുകൾ ജനാധിപത്യ മുന്നണിയുടെ ശക്തി വർദ്ധിപ്പിക്കും എന്നാണ് കരുതുന്നത്. BJPക്കും കൂടുതൽ പ്രതീക്ഷകളുണ്ട്. ഇടതുമുന്നണിക്കാണ് പത്തനംതിട്ട ജില്ലയിലും ആധിപത്യം. ജില്ലാ പഞ്ചായത്തിലെ 16ൽ 12 സീറ്റും ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണിക്ക് 4 സീറ്റാണുള്ളത്. BJPക്ക് 1 സീറ്റുമില്ല. ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ ഇടതുമുന്നണി 2 ഇടത്ത് ഭരിക്കുന്നു. ജനാധിപത്യ മുന്നണിക്കും BJPക്കും ഓരോന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 8 എണ്ണമാണ്. ഇടതുമുന്നണി 6 ഇടത്തും ജനാധിപത്യ മുന്നണി 2 ഇടത്തും ഭരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ 53 ആണ്. അവയിൽ ഇടതിന് 34ഉം ജനാധിപത്യ മുന്നണിക്ക് 16ഉം BJPക്ക് 3ഉമായി പങ്കുവച്ചിരിക്കുന്നു. പഞ്ചായത്ത് വാർഡുകൾ 788ൽ നിന്നും 833 ആയി. നഗരസഭാ വാർഡുകൾ 132ൽ നിന്നും 135 ആയി. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 106ൽ നിന്നും 114 ആയി. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 16ൽ നിന്നും 17 ആയി. പത്തനംതിട്ട ജില്ലയിലെ 5 MLA-മാരിൽ 5ഉം ഇടതുമുന്നണിക്കാരാണ്. ജനാധിപത്യ മുന്നണി ശക്തമാണെങ്കിലും കോട്ടയം ജില്ലയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഇടതുമുന്നണിക്കാണ് ആധിപത്യം. കോട്ടയം ജില്ലയിലെ 9 സീറ്റിൽ 5 സീറ്റ് ഇടതുമുന്നണിക്കാണ്. 4 സീറ്റ് വലതുമുന്നണി പിടിച്ചു. ജില്ലാ പഞ്ചായത്തിലെ 22ൽ 14 സീറ്റും ഇടതുമുന്നണിക്ക്. ജനാധിപത്യ മുന്നണിക്ക് 7 സീറ്റാണുള്ളത്. BJPക്ക് 1 സീറ്റും. 6 മുനിസിപ്പാലിറ്റികളിൽ 4 ജനാധിപത്യ മുന്നണി വിജയിച്ചു. 2 ഇടതുമുന്നണിയും. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10ഉം ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണിക്കുള്ളത് 1 എണ്ണം. 73 ഗ്രാമപഞ്ചായത്തുകളിൽ 50 എണ്ണവും ഇടതിനാണ്. ജനാധിപത്യ മുന്നണിക്കുള്ളത് 19 പഞ്ചായത്താണ്. BJPക്ക് 2ഉം. പഞ്ചായത്ത് വാർഡുകൾ 1140ൽ നിന്നും 1223 ആയി. നഗരസഭാ വാർഡുകൾ 204ൽ നിന്നും 208 ആയി. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 146ൽ നിന്നും 157 ആയി. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 22ൽ നിന്നും 23 ആയി. നില കൂടുതൽ മെച്ചപ്പെടുത്താമെന്ന BJP ഏറെ പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് കോട്ടയം. കോട്ടയം ജില്ലക്കാരായ PC ജോർജും മകൻ ഷോൺ ജോർജും വലിയ പ്രതീക്ഷ ഉണർത്തുന്നു. കോൺഗ്രസും കേരള കോൺഗ്രസ് ജെയും ശക്തമായ ഇടുക്കി ജില്ലയിലും ഇടതുമുന്നണിക്കാണ് ആധിപത്യം. ജില്ലാ പഞ്ചായത്തിലെ 16ൽ 10 സീറ്റും ഇടതുമുന്നണിക്ക്. ജനാധിപത്യ മുന്നണിക്ക് 6 സീറ്റ്. BJPക്ക് 1 സീറ്റുമില്ല. ജില്ലയിലെ 2 മുനിസിപ്പാലിറ്റികളും ജനാധിപത്യ മുന്നണിക്കാണ്. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ. അവ ഇരുമുന്നണിയും തുല്യമായി നേടി. 52 ഗ്രാമപഞ്ചായത്തുകളിൽ 31 എണ്ണം ഇടതിനാണ്. ജനാധിപത്യ മുന്നണിക്ക് 21ഉം. BJPക്ക് സീറ്റൊന്നുമില്ല. പക്ഷേ ഇക്കുറി മാറ്റമുണ്ടാവും. പഞ്ചായത്ത് വാർഡുകൾ 792ൽ നിന്നും 834 ആയി. നഗരസഭാ വാർഡുകൾ 69ൽ നിന്നും 73 ആയി. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 104ൽ നിന്നും 112 ആയി. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 16ൽ നിന്നും 77 ആയി. ഇടുക്കി ജില്ലയിലെ 5 സീറ്റിൽ 4ഉം ഇടതിനാണ്. തൊടുപുഴയിലെ PJ ജോസഫിന്റെ ജയം മാത്രമാണ് വലതുമുന്നണിക്കുള്ളത്. കോൺഗ്രസിനേറെ വേരോട്ടമുള്ള തൃശൂർ ജില്ലയിലും 2020ൽ ഇടതുമുന്നണിക്കാണ് ആധിപത്യം. ജില്ലാ പഞ്ചായത്തിലെ 29ൽ 34 സീറ്റും ഇടതുമുന്നണിക്ക്. ജനാധിപത്യ മുന്നണിക്ക് 5 സീറ്റ്. BJPക്ക് 1 സീറ്റുമില്ല. കോർപ്പറേഷനിലെ 55ൽ 25 സീറ്റ് ഇടതുമുന്നണിക്കും 24 സീറ്റ് ജനാധിപത്യ മുന്നണിക്കുമായിരുന്നു. കോൺഗ്രസ് വിമതനെ കൂടെ കൂട്ടി ഇടതുമുന്നണി അധികാരം പിടിച്ചു. BJPക്ക് 6 സീറ്റുണ്ട്. 7 മുനിസിപ്പാലിറ്റികളിൽ 5 എണ്ണം ഇടതുമുന്നണിക്കും 2 എണ്ണം ജനാധിപത്യ മുന്നണിക്കുമാണ്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13ഉം ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണി 3. 86 ഗ്രാമപഞ്ചായത്തുകളിൽ 69 എണ്ണം ഇടതിനാണ്. ജനാധിപത്യ മുന്നണിക്ക് 16ഉം BJPക്ക് 1ഉം. പഞ്ചായത്ത് വാർഡുകൾ 1465ൽ നിന്നും 1601 ആയി. നഗരസഭാ വാർഡുകൾ 274ൽ നിന്നും 286 ആയി.
ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 213 നിന്നും 231 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 29 നിന്നും 30 കോർപ്പറേഷൻ വാർഡുകൾ 55 നിന്നും 56 തൃശൂർ ജില്ലയിലെ 13 MLA-മാരിൽ വലതുമുന്നണിക്കുള്ളത് ചാലക്കുടി മാത്രം. ബാക്കി 12ഉം ഇടതുമുന്നണി നേടി. പാലക്കാട് ജില്ലയിൽ 2020-ൽ ഇടതുമുന്നണിക്കായിരുന്നു ആധിപത്യം. ജില്ലാ പഞ്ചായത്തിലെ 30-ൽ 27 സീറ്റും ഇടതുമുന്നണി നേടി. ജനാധിപത്യ മുന്നണിക്ക് 3 സീറ്റ്, BJPക്ക് 1 സീറ്റുമില്ല. ജില്ലയിലെ 7 മുനിസിപ്പാലിറ്റികളിൽ 5ഉം ഇടതുമുന്നണി നേടി. ജനാധിപത്യ മുന്നണിയും BJPയും ഓരോന്നും. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11ഉം ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണിക്കുള്ളത് 2 ബ്ലോക്കുകൾ മാത്രം. 88 ഗ്രാമപഞ്ചായത്തുകളിൽ 64 എണ്ണം ഇടതിനാണ്. ജനാധിപത്യ മുന്നണിക്കുള്ളത് 23 എണ്ണം, മറ്റുള്ളവർ ഒന്നും. പാലക്കാട് ജില്ലയിലെ 12 MLA-മാരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം 2 പേരാണ് ജനാധിപത്യ മുന്നണിക്കുള്ളത്. ബാക്കി 12ഉം ഇടതുമുന്നണിക്കാണ്. പഞ്ചായത്ത് വാർഡുകൾ 1400-ൽ നിന്നും 1636 നഗരസഭാ വാർഡുകൾ 234-ൽ നിന്നും 243 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 183-ൽ നിന്നും 184 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 30-ൽ നിന്നും 31 മുസ്ലിം ലീഗ് കാക്കുന്ന മലപ്പുറം ജില്ല ഇടതുമുന്നണിക്ക് സ്വപ്നം പോലും കാണാനാവാത്ത ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ്. ജില്ലാ പഞ്ചായത്തിലെ 33-ൽ 5 സീറ്റാണ് ഇടതുമുന്നണിക്ക്. ജനാധിപത്യ മുന്നണിക്ക് 27 സീറ്റ്, BJPക്ക് 1 സീറ്റുമില്ല. 12 മുനിസിപ്പാലിറ്റികളിൽ 9ഉം ജനാധിപത്യ മുന്നണിക്കാണ്. ഇടതുമുന്നണിക്കുള്ളത് 3 എണ്ണം മാത്രം. 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12ഉം ജനാധിപത്യ മുന്നണിക്കാണ്. 94 ഗ്രാമപഞ്ചായത്തുകളിൽ ജനാധിപത്യ മുന്നണിക്കാണ് 70ഉം. ഇടതിന് 24 എണ്ണമാണുള്ളത്, BJPക്ക് ഇല്ല. മലപ്പുറം ജില്ലയിലെ 16 MLA-മാരിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത് 2 സീറ്റ്, വലതുമുന്നണിക്ക് 14 സീറ്റും. പഞ്ചായത്ത് വാർഡുകൾ 1778-ൽ നിന്നും 2001 നഗരസഭാ വാർഡുകൾ 479-ൽ നിന്നും 505 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 223-ൽ നിന്നും 250 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 32-ൽ നിന്നും 33 വർധനയെല്ലാം ലീഗിനാകും പ്രയോജനം ചെയ്യുക. കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിക്കാണ് ആധിപത്യം. ജില്ലാ പഞ്ചായത്തിലെ 27-ൽ 18 സീറ്റും ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണിക്ക് 9 സീറ്റ്, BJPക്ക് 1 സീറ്റുമില്ല. സിറ്റി കോർപ്പറേഷനിലെ 75-ൽ 51ഉം ഇടതുമുന്നണി. ജനാധിപത്യ മുന്നണിക്കുള്ളത് 17 സീറ്റ്, BJP 7ഉം. 12 മുനിസിപ്പാലിറ്റികളിൽ 10ഉം ഇടതുമുന്നണിക്കാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 12, അതിൽ 10ഉം ഇടതുമുന്നണിക്കാണ്. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ 70 ഇടതിന് 47ഉം ജനാധിപത്യ മുന്നണിക്ക് 23ഉം BJPക്ക് 1 പഞ്ചായത്തുമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 13 MLA-മാരിൽ 3 പേരെയാണ് ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. 10 സീറ്റ് ഇടതിന് ലഭിച്ചു. പഞ്ചായത്ത് വാർഡുകൾ 1226-ൽ നിന്നും 1343 നഗരസഭാ വാർഡുകൾ 265-ൽ നിന്നും 273 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 169-ൽ നിന്നും 183 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 27-ൽ നിന്നും 28 കോർപ്പറേഷൻ വാർഡുകൾ 75-ൽ നിന്നും 76 2020-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ആധിപത്യം കൊടുക്കാത്ത മറ്റൊരു ജില്ലയാണ് വയനാട്. ജില്ലാ പഞ്ചായത്തിലെ 16 സീറ്റുകൾ ഇരു മുന്നണിയും തുല്യമായി നേടി. 8 വീതം സീറ്റുകൾ, BJPക്ക് 1 സീറ്റുമില്ല. 3 മുനിസിപ്പാലിറ്റികളിൽ 2ഉം ജനാധിപത്യ മുന്നണിക്കാണ്. 8 ബ്ലോക്ക് പഞ്ചായത്തുകളും തുല്യമായി പിടിച്ചു, 4 വീതം. BJPക്ക് ഒന്നുമില്ല. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 16ഉം ജനാധിപത്യ മുന്നണിക്കാണ്. ഇടതിന് 97 എണ്ണം, BJPക്കില്ല. വയനാട് ജില്ലയിലെ 3 MLA-മാരിൽ 2ഉം ജനാധിപത്യ മുന്നണിക്കാരാണ്. 1 സീറ്റാണ് ഇടതിന് ലഭിച്ചത്. പഞ്ചായത്ത് വാർഡുകൾ 413-ൽ നിന്നും 450 നഗരസഭാ വാർഡുകൾ 99-ൽ നിന്നും 103 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 54-ൽ നിന്നും 57 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 16-ൽ നിന്നും 17 എന്നതാണ് ഇപ്പോഴത്തെ മാറ്റം. ഇടതുകോട്ടയെന്ന് ചിത്രീകരിക്കപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ 2020-ലും ഇടതുമുന്നണിക്ക് തന്നെ ആധിപത്യം. ജില്ലാ പഞ്ചായത്തിലെ 24-ൽ 17 സീറ്റും ഇടതുമുന്നണിക്ക്. ജനാധിപത്യ മുന്നണിക്ക് 7 സീറ്റ്, BJPക്ക് 1 സീറ്റുമില്ല. സിറ്റി കോർപ്പറേഷനിലെ 55 സീറ്റിൽ 35ഉം പക്ഷേ ജനാധിപത്യ മുന്നണിക്കാണ്. ഇടതുമുന്നണിക്ക് 19 സീറ്റ്, BJPക്ക് 1. 9 മുനിസിപ്പാലിറ്റികളിൽ 6ഉം ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണിക്കുള്ളത് 3 മാത്രം. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9ഉം ഇടതുമുന്നണിക്കാണ്. ജനാധിപത്യ മുന്നണിക്കുള്ളത് 2 ബ്ലോക്ക് മാത്രം. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 56 എണ്ണം ഇടതിനാണ്. ജനാധിപത്യ മുന്നണിക്ക് 14, മറ്റുള്ളവർ 1. കണ്ണൂർ ജില്ലയിലെ 11 MLA-മാരിൽ 8 എണ്ണം ഇടതിനും 3 എണ്ണം വലതുമുന്നണിക്കുമായിരുന്നു. പഞ്ചായത്ത് വാർഡുകൾ 1166-ൽ നിന്നും 1271
നഗരസഭാ വാർഡുകൾ 324 നിന്നും 334 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 149 തുടരുന്നു. ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 25 നിന്നും 26 കോർപ്പറേഷൻ വാർഡുകൾ 55 നിന്നും 56 കാസർഗോഡ് ജില്ലയിലും ഇടതുമുന്നണിക്കാണ് 2020 ആധിപത്യം. ജില്ലാ പഞ്ചായത്തിലെ 17-ൽ 8 സീറ്റും ഇടതുമുന്നണിക്ക്, ജനാധിപത്യ മുന്നണിക്ക് 7 സീറ്റ്, BJPക്ക് 2 സീറ്റ്. 3 മുനിസിപ്പാലിറ്റികളിൽ 2 ഇടതുമുന്നണിക്കും 1 ജനാധിപത്യ മുന്നണിക്കുമാണ്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ഇടതുമുന്നണിക്കാണ്, ജനാധിപത്യ മുന്നണിക്ക് 2. 38 ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതിന് 19, ജനാധിപത്യ മുന്നണിക്ക് 15, BJP 3, 1 സ്വതന്ത്രനും. കാസർഗോഡ് ജില്ലയിലെ 5 MLA-മാരിൽ 4 ഇടതുമുന്നണിക്കാരാണ്. മഞ്ചേശ്വരത്ത് മാത്രം ലീഗ് ജയിച്ചു. പഞ്ചായത്ത് വാർഡുകൾ 664 നിന്നും 725 നഗരസഭാ വാർഡുകൾ 113 നിന്നും 120 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ 83 നിന്നും 92 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ 17 നിന്നും 18 ശീലഹോന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.